പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുന്ന നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനായ സൈനുലാബ്ദീൻ തങ്ങൾ ഏതാനും മിനിറ്റുകൾക്ക് ഇവിടെ എത്തിച്ചേർന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാക്ക് വിത്ത് ക്യാമ്പയിൻ, വാക്ക് വിത്ത് കാൻഡിഡേറ്റ് നടക്കാൻ പോവുകയാണ്. അതിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. അതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സൈനുൽ ആബ്ദീൻ തങ്ങൾ. നമുക്ക് ഈ ജാഥയിൽ പ്രത്യേകിച്ചുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും വളരെ നല്ല നിലയിൽ ഇനി കുറേ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യാനുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ട ശ്രീമതി ആതിര, മറ്റ് മുഹമ്മദ് മാഷ് അടക്കമുള്ള UDF നേതാക്കളെ, സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നു. കാരണം വിശ്വാസികളെ വിശ്വാസം പോലും തകർക്കുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ അമ്പലവും പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പോലും ഒരു ഗവൺമെന്റ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. കാരണം ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളൊക്കെ വളരെ വിശദമായ ആ കാര്യങ്ങളൊക്കെ പരിപാലിച്ച് നമ്മളെല്ലാ വീടുകളിലും നമ്മുടെ മുമ്പിലുമൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്നും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. അടുത്തതായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി വെങ്കലയായ ആതിര മാധവന് സൈനുലാബ്ദീൻ തങ്ങൾ ഹാരാർപ്പണം നടത്തുന്നു. താങ്ക് യു. നമ്മൾ 7 മണിക്ക് ആരംഭിക്കേണ്ട ജാഥയാണ്. ഒരുപാട് സമയം വൈകി. കൂടുതലൊന്നും പറയുന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എനിക്കും ആതിരക്കും അതുപോലെ തന്നെ ടീച്ചർക്കും, ബാലാമണി ടീച്ചർക്കും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലൊക്കെ കയറി ചെന്നുകൊണ്ട് UDF സ്ഥാനാർത്ഥികളായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഒരാളെ നിങ്ങളോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തരുന്നു. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. ഈ പരിപാടിയിൽ ഇത്ര നേരത്തെ ഇവിടെ എത്തിച്ചേരുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത സൈനുലാബ്ദീൻ തങ്ങളെ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം അധ്യക്ഷത വഹിക്കുകയും സ്വാഗതം ആശംസിക്കുകയും മറ്റ് പ്രഭാഷണങ്ങൾ നടത്തുകയും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജാഥ ഇവിടുന്ന് ആരംഭിച്ച് കാന്തപുരം അവസാനിക്കുന്ന രൂപത്തിലുള്ളത്. എല്ലാവരും ജാഥയിൽ പങ്കെടുക്കുന്ന ആവശ്യമില്ല. ശ്രദ്ധിക്കുക, കൃത്യം 1 മണിക്കൂർ നേരെ നമുക്ക് യാത്രയുടെ ആവശ്യമുള്ളതുകൊണ്ട്. എന്താണ് ഈ റാലിയെ കുറിച്ച് പറയാനുള്ളത്? ഈ സ്ഥാനാർത്ഥികളോടൊപ്പം ഒരു യാത്രയാണ്. സ്ഥാനാർത്ഥികളോടൊപ്പം യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട ഇവിടെ മത്സരിക്കുന്ന ആതിര മാധവൻ അത് കോണി ചിഹ്നത്തിലാണ്. അതുപോലെ തന്നെ അസ്ലം കുന്നുമ്മൽ കോണി ചിഹ്നത്തിലാണ്. അതുപോലെ ബാലാമണി ടീച്ചർ കൈപ്പത്തി ചിഹ്നത്തിലാണ്. അവരുടെ പ്രചരണാർത്ഥം ഈ ചോയ്മഠം ഏരിയയിൽ, ചോയ്മഠം വാർഡിൽ നടത്തുന്ന പ്രചരണ പരിപാടിയാണ്. വളരെ വ്യക്തമായിട്ടും നമുക്ക് നല്ല ലീഡുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ സ്ഥലത്തും എല്ലാവരും ഈ UDFനെ അനുകൂലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. LDFന് വലിയ തകർച്ച ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ വിജയം നേരുന്നു. ഓക്കെ. ആതിര മാധവന് കോണി അടയാളത്തിലും ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ഉണ്ണികുളം ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയങ്കരനായ സാരഥി അസ്ലം കുന്നുമ്മലിന് കോണി അടയാളത്തിലും കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാക്ക് വിത്ത് കാൻഡിഡേറ്റ്സ് പ്രോഗ്രാമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. ജനവിധി തേടുന്ന പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ആതിര മാധവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പത്താമ്പാടി UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാക്ക് വിത്ത് കാൻഡിഡേറ്റ്സ് സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള പ്രഭാത നടത്തം പരിപാടിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ
ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ പിന്നെ ശ്രീ ബാലാമണി ടീച്ചറും അതുപോലെ തന്നെ 10ാം വാർഡ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന എനിക്കും കൈപ്പത്തി അടയാളത്തിലും കോണി അടയാളത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുന്ന ഈ യാത്രയിൽ നിങ്ങളുടെ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുകയാണ്. പിണറായി ജനവിരുദ്ധ നടപടികൾക്കെതിരെ, ജനദ്രോഹ നടപടികൾക്കെതിരെ നിങ്ങളുടെ ഓരോ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സ്ഥാനാർത്ഥി സംസാരിക്കുകയാണ്. അതിനു മുമ്പ് ഒറ്റവാക്കിൽ സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഉണ്ണിയോളത്തെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ഈ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും നമ്മളെ പിന്തുണക്കുന്നു എന്നാണ് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നിങ്ങളോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അസ്ലം കുന്നുമ്മൽ സംസാരിക്കും. ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, വരുന്ന 11ാം തീയതി തിരുവല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി സർക്കാരിന്റെ 9.5 വർഷത്തെ ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. മുച്ചോടും കട്ടുമുടിച്ചുകൊണ്ട് ഭരണം നടത്തി കൊടുക്കുന്ന പിണറായിയെ താഴിറക്കാൻ വേണ്ടിയുള്ള ഒരു സമരമായിരിക്കണം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി ബാലാമണി ടീച്ചർക്ക് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിലും ആതിര മാധവന് കോണി അടയാളത്തിലും എനിക്ക് കോണി അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി പമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 5 തവണയിലധികമായി കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ നട്ടെല്ല് തകർത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം കോടിച്ചിനത്തിലും കൈപ്പത്തിച്ചിനത്തിലും നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, വാക്കുവിന്ദ കണ്ടീഷ് പരിപാടിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ആതിര മാധവനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അസ്ലം കുന്നുമലിനോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ നമ്മുടെ പ്രിയങ്കരിയായ സാരഥി കെ ബാലാമണി ടീച്ചറും പങ്കുചേരുകയാണ്. സ്വാഗതം ടീച്ചറെ. നമ്മുടെ നാട്ടിൽ വികസന വിപ്ലവം തീർക്കുന്നതിന് വേണ്ടി ഈ കരുത്തരായ സാരഥികൾ വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ,
നടത്തിക്കൊണ്ട് ഇതിൽ നമ്മുടെ സ്വാഗതം മറ്റ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബാലാമണി ടീച്ചർ, ബ്ലോക്ക് സ്ഥാനാർത്ഥി അസ്ലം കുന്നുമ്മൽ, അതുപോലെ തന്നെ 10ാം വാർഡിൻ്റെയും 11ാം വാർഡിൻ്റെയും സ്ഥാനാർത്ഥികളായ ആതിര മാധവൻ, കെ അബ്ദുള്ള മാസ്റ്റർ, എല്ലാവരെയും ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ബാലാമണി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ബാലാമണി ടീച്ചർ ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. ബാലാമണി ടീച്ചറെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ നെരിക്കുനി ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥിയാണ് ബാലാമണി ടീച്ചർ. അവർ ഇവിടെ പഠിപ്പിച്ചത് നമ്മുടെ എഗരൂരിൽ വള്ളിയോത്ത് സ്കൂളിലാണ്. വളരെ മാതൃകാപരമായ ടീച്ചർ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നെരിക്കുനിയിലെ എല്ലാ ഭാഗത്തും ധാരാളം ശിഷ്യഗണങ്ങളുള്ള വളരെയധികം ജനങ്ങൾക്ക് സ്വീകാര്യയായ ഒരു സ്ഥാനാർത്ഥിയാണ് ബാലാമണി ടീച്ചർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സാരഥി, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുള്ള മാസ്റ്റർ, അസ്ലം കുന്നമ്മൽ, ആതിര മാധവൻ, ഇവരെല്ലാവരും തന്നെ നമ്മുടെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ജനവിധി തേടുകയാണ്. ഈ ഇലക്ഷൻ നമുക്കറിയാം, നമ്മുടെ കേരള ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായി. അപ്പോൾ തീർച്ചയായിട്ടും വരാനുള്ള വിജയങ്ങളുടെ ഒരു മുന്നോടിയായി, ഒരു വ്യക്തമായ ബാധ്യതയായി ഇതുവരെയുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ശരിക്കും ഓർത്തുകൊണ്ട് തൊട്ടടുത്തുള്ള നമ്മുടെ ഈ വിജയം തീർച്ചയായിട്ടും നമ്മുടെ വരുന്ന കേരള ഇലക്ഷനെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു വമ്പിച്ച ജനവിധിയായി എല്ലാവരും കാണണം. അതുകൊണ്ട് തന്നെ ഈ മത്സരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തി അവരെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഈ റാലി എത്തിയിട്ടുള്ളത്. മത്സരിക്കുന്ന ആതിര മാധവൻ, അതേപോലെ 11ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കെ അബ്ദുള്ള മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അസ്ലം കുന്നുമ്മൽ, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ ബാലാമണി ടീച്ചർ എന്നിവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിലും കൈപ്പത്തി അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ചുവടുമങ്ങാടിൽ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ ഈ പ്രോഗ്രാം. വളരെ ആവേശകരമായി ഈ പ്രോഗ്രാമിലുടനീളം നമ്മുടെ പ്രിയപ്പെട്ട UDF പ്രവർത്തകരെല്ലാം പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമെല്ലാം നമ്മളോടൊപ്പം ഈ ഒരു വാർഡിലേക്ക് നടക്കാനെത്തിയതിലുള്ള ഒരു സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ, ഇനി ദിവസങ്ങളിലില്ല, ഇനിയുള്ള മണിക്കൂറുകൾ നമ്മുടെ കയ്യിലാണ്. പരമാവധി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, വൻ ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സജ്ജരാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ മൊത്തം ഒരു കോർഡിനേഷൻ കൈകാര്യം ചെയ്ത ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബഹുമാനായ ഹമൂദ് ഉണ്ണുള്ള സാഹിബ്, വേദിയിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഖാദർ മാഷ്, അതുപോലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള അസ്ലം കുന്നുമ്മൽ, ആതിര മാധവൻ, അബ്ദുള്ള മാഷ്, രാമട്ടേട്ടൻ, എല്ലാവർക്കും ഈ 10ാം വാർഡ് UDFന്റെ ചെയർമാൻ NH റഫീഖ് അടക്കമുള്ള മുഴുവൻ UDF നേതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ട് നമുക്കൊരു പുതിയ സംസ്കാരം പടുത്തുയർത്താം. ഡിവിഷൻ സാരഥി ബാലാമണി ടീച്ചർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കണമേ എന്ന്